എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC 10th പ്രിലിംസിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം. ആൻസർ ഓപ്ഷൻ ബി ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആനമുടി. ആനമുടിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ. ആൻസർ ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ. 1857 കലാപം അറിയപ്പെടുന്നത്. 1857 കലാപം അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ ശിപായി ലഹള. 1857 കലാപം ശിപായി ലഹള എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യയെ കണ്ടെത്താൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഇന്ത്യയെ കണ്ടെത്താൻ എന്ന കൃതി രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്താൻ എന്ന കൃതി രചിച്ചത്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. ആൻസർ ഓപ്ഷൻ എ ചിന്നാർ. ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ എ ഡിസംബർ ഫെബ്രുവരി. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി വയനാട്. വയനാട് ജില്ലയിലാണ് പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത്. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി കേരളം. കേരളമാണ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. ആൻസർ ഓപ്ഷൻ ഡി 780 മെഗാവാട്ട്. 780 മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി മണിയാർ. മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അയ്യങ്കാളി ജനിച്ച ദിവസം. അയ്യങ്കാളി ജനിച്ച ദിവസം. ആൻസർ ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠസ്വാമിയാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്.
അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആര്? അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആൻസർ ഓപ്ഷൻ സി ആർ പാർവതി ദേവി. ആർ പാർവതി ദേവിയാണ് അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി നവോത്ഥാന നായകൻ ആര്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആൻസർ ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം നടന്നതെന്ന് ആൻസർ ഓപ്ഷൻ ഡി 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്ന്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി 1859 ജൂലൈ 26. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത്. ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ്? ചാന്നാർ ലഹള നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ ബി 1859. 1859 ചാന്നാർ ലഹള നടന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ് ഇത്? ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ കെ കേളപ്പൻ. കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആര്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി എ വി കുട്ടിമാളു അമ്മ. എ വി കുട്ടിമാളു അമ്മയാണ് മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പൈതൃക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പയ്യന്നൂർ. പയ്യന്നൂരിൽ വെച്ചാണ് സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്?
ആൻസർ ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആൻസർ ഓപ്ഷൻ ഡി മൗണ്ട് കെ2. മൗണ്ട് കെ2 ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ആൻസർ ഓപ്ഷൻ ബി ഗോദാവരി. ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏത്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. ആൻസർ ഓപ്ഷൻ സി മുംബൈ. മുംബൈയെയാണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത. ആൻസർ ഓപ്ഷൻ സി ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 ആണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്നത്. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കൽക്കരി. കൽക്കരിയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ആൻസർ ഓപ്ഷൻ സി ഡിഗ്ബോയ്. ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ ദേശീയ ഗീതം. ഇന്ത്യയുടെ ദേശീയ ഗീതം. ആൻസർ ഓപ്ഷൻ ബി വന്ദേ മാതരം. വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ആൻസർ ഓപ്ഷൻ സി 1993. 1993 ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി 1955. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ സമതലങ്ങൾ. സമതലങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ആൻസർ ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി പരുത്തി. പരുത്തിയെയാണ്
യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്? സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം എന്ന സ്ഥാപനം സ്ഥാപിച്ചത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 2005. 2005 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. INA രൂപീകരിച്ചത് ആരായിരുന്നു? INA രൂപീകരിച്ചത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് INA രൂപീകരിച്ചത്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു. ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ശാരദാ സദൻ. ശാരദാ സദനായിരുന്നു വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം? ISRO രൂപീകൃതമായ വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1969. 1969 ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്ന്? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആനന്ദമഠം. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ ബി കുന്തിപ്പുഴ. കുന്തിപ്പുഴയുടെ ഭാഗമാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? ആൻസർ ഓപ്ഷൻ സി നവീന ശിലായുഗം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ നവീന ശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകളാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1984. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി വയനാട്. വയനാട് ജില്ലയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം? ആൻസർ ഓപ്ഷൻ സി കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കഞ്ചിക്കോട് കാറ്റാടിപ്പാടമാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ? ആൻസർ ഓപ്ഷൻ ഡി ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ.
ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുറിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുറിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ആൻസർ ഓപ്ഷൻ ഡി, അയ്യങ്കാളി. അയ്യങ്കാളിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുറിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. സവർണജാഥ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സവർണജാഥ ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, വൈക്കം സത്യാഗ്രഹം. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഗൗരി പാർവതി ഭായ്. ഗൗരി പാർവതി ഭായിയാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചത് ആരാണ്? കേരളസിംഹം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കറാണ് കേരളസിംഹം രചിച്ചത്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലായിരുന്നു? 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ആനി ബസന്റ്. ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിലായിരുന്നു 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്. പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ എ, കുമാരഗുരുദേവൻ. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി. ആൻസർ ഓപ്ഷൻ എ, ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, നർമ്മദ. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, റൂർക്കേല. റൂർക്കേലയാണ് ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ബംഗാളി. ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ബി, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ആൻസർ ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമെന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. രാജാ റാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? രാജാ റാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സംബാദ് കൗമുദി. സംബാദ് കൗമുദിയാണ് രാജാ റാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത? 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മാഡം ബിക്കാജി ഗാമ. മാഡം ബിക്കാജി ഗാമയാണ് 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ? പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, കുമാരഗുരുദേവൻ. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ സി, മൗണ്ട് ബാറ്റൺ. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ, കെ കേളപ്പൻ. കെ കേളപ്പനെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം? ആൻസർ ഓപ്ഷൻ ബി, ഇടനാട്. ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ആൻസർ ഓപ്ഷൻ ഡി, ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട തടാകമാണ്
കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായൽ? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ആൻസർ ഓപ്ഷൻ ബി, ചെമ്പഴന്തി. ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ, ലാഹോർ. ലാഹോറിൽ വെച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ആൻസർ ഓപ്ഷൻ ഡി, ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, 1957. 1957 കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മീററ്റ്. മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം.